ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആൻ ഓപ്പൺ എഡിറ്റോറിയൽ. ദ റൈറ്റ് ടു റിപ്പയർ മസ്റ്റ് ഇൻക്ലൂഡ് ദ റൈറ്റ് ടു റിമെമ്പർ. എന്താണ് ഈ റൈറ്റ് ടു റിപ്പയർ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 99.9% ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു ആർട്ടിക്കിളാണ്. അധികം വലിയ കടുകട്ടി വാക്കുകളോ വലിയ കടുകട്ടി ആശയങ്ങളോ ഒന്നും ഇതിൽ പറയുന്നില്ല. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ടുള്ള അവകാശം, അതിനെയാണ് റൈറ്റ് ടു റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഈ റിപ്പയർ നമ്മളുടെ എക്കോണമിയെയും നമ്മളുടെ എക്കോളജിയെയും ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് വാങ്ങി, ലാപ്ടോപ്പിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? റയർ എർത്ത് എലമെന്റുകൾ അടങ്ങിയിട്ടുണ്ട്, സിലിക്കൺസ് അടങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ലാപ്ടോപ്പ് നിർമ്മിക്കുന്നത്. അത് നമ്മൾ വാങ്ങിക്കുകയും നമ്മളുടെ യൂസിന് ശേഷം അത് കേടായി വന്നപ്പോഴേക്കും നമ്മളത് റിപ്പയർ ചെയ്യാണ്ട് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് പുതിയ ലാപ്ടോപ്പ് വാങ്ങുകയാണ്. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു സർക്കുലാർ എക്കോണമിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. എന്താ സർക്കുലർ എക്കോണമി? നമുക്ക് നോക്കാം. സർക്കുലാർ എക്കോണമിയിലേക്ക് കാര്യങ്ങൾ പോകാണ്ട് നമ്മൾ ഈ യൂസ് ആൻഡ് ത്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എക്കോണമിക്ക് കേടാണ്, എക്കോളജിക്ക് കേടാണ്. എക്കോളജിക്ക് എങ്ങനെയാണ് കേടുവരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മളുടെ എക്കോളജിയുടെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടാണ്, എൻവിറോൺമെന്റിന്റെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പ്രൊഡക്റ്റുകളെല്ലാം നിർമ്മിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞ പോലെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ, ഗ്രീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് ഒന്നും നമ്മളുടെ എൻവിറോൺമെന്റിലും എക്കോളജിയിലും ഇല്ല. ഗ്രീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് ഒന്നും നമ്മളുടെ എക്കോളജിയിലും എൻവിറോൺമെന്റിലും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എഫക്റ്റീവ്ലി ആയിരിക്കണം. അതുകൊണ്ട് റിപ്പയർ എക്കോളജിക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ എക്കോണമിയെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? എക്കോണമിയെ ഹെൽപ്പ് ചെയ്യുന്നത് സെക്കൻഡറി റിസോഴ്സുകൾ അല്ലെങ്കിൽ സ്പെയർ പാർട്സുകൾ, ദെൻ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ. ഇപ്പോൾ റിപ്പയേഴ്സ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതുമായി ബന്ധപ്പെട്ട് സ്പെയർ പാർട്സ് വിൽക്കുന്നവരുണ്ടാകും, അതിനുള്ള ടെക്നീഷ്യൻസ് വരും. ദെൻ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സ്പെയർ പാർട്സ് ഉണ്ടാക്കാനായിട്ടൊരു സെക്കൻഡറി റിസോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ഫാക്ടറി ക്രിയേറ്റ് ചെയ്യപ്പെടും. ദെൻ അതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷനുകൾ സംഭവിക്കും. അതുമായി ബന്ധപ്പെട്ട് വേറെ എന്ത് സംഭവിക്കും? എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യൻസ്മാർ വരും, അവർക്ക് പൈസ കിട്ടും. സോ ഒരു സെക്കൻഡറി എക്കോണമി അല്ലെങ്കിൽ ഒരു പാരലൽ അല്ലെങ്കിൽ ഒരു അലൈഡ് എക്കോണമിക് സർവീസസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ രണ്ട് ആസ്പെക്റ്റുകളുമാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ്. ഓക്കെ ആണോ? സോ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദ റൈറ്റ് ടു റിപ്പയർ മസ്റ്റ് ഇൻക്ലൂഡ് ദ റൈറ്റ് ടു റിമെമ്പർ എന്ന് പറയുന്നത് എന്താ? റൈറ്റ് ടു റിമെമ്പർ അതായത് ഇന്ത്യയിലെ ഈ ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ആളുകൾ എല്ലാവരും പഠിച്ചുകൊണ്ട് റിപ്പയർ ചെയ്യുന്നവരല്ല. അതായത് ഒരു കോളേജ് വിദ്യാഭ്യാസത്തിൽ ലാപ്ടോപ്പ് എങ്ങനെ നിർമ്മിക്കാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നൊരു കോഴ്സിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് റിപ്പയറിങ്ങിന് ഇരിക്കുന്നവരല്ല നമ്മളുടെ റിപ്പയർ ഇരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും. നമ്മളുടെ നാട്ടില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫാൻ റിപ്പയർ ചെയ്യുന്നവര് അല്ലെങ്കിൽ എസ് റിപ്പയർ ചെയ്യുന്നവര്. ഇവരിൽ ഒരു 90% ആളുകളും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചിട്ട് റിപ്പയറിങ് ചെയ്യുന്നവരല്ല. വേറൊരു എക്സാമ്പിൾ പറയാം. ഇലക്ട്രീഷ്യന്മാര്. പണ്ട് ഇലക്ട്രീഷ്യന്മാരെല്ലാവരും സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരുന്നു. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇലക്ട്രീഷ്യന്മാർ നടക്കുന്നത്? നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രീഷ്യൻ ഒരു സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണോ? ഇല്ല. അവര് ഒരു മാസ്റ്ററിന്റെ കൂടെ പോകും, ആശാന്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു അഭ്യസ്ത വിദ്യ പരിശീലിക്കുകയും അതിനുശേഷം അതിൽ മാസ്റ്റർ ആവുകയും ചെയ്യും. അങ്ങനെയാണ് നടക്കുന്നത്. അല്ലാണ്ട് ഇലക്ട്രീഷ്യനിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? വീട്ടിലെ ബൾബ് നന്നാക്കാനായിട്ടും അല്ലെങ്കിൽ വയറിംഗ് വലിക്കാനായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് റിപ്പയേഴ്സിന്റെ കാര്യത്തിലും. നമ്മളുടെ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിലും പണ്ട് റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്നവരുണ്ടായിരുന്നു. അവരെല്ലാവരും ഏതെങ്കിലും കോഴ്സ് പഠിച്ച് റേഡിയോ റിപ്പയറിംഗ് കോഴ്സ് 3 വർഷത്തെ ഡിപ്ലോമയും ഡിഗ്രിയും പഠിച്ചിട്ട് വന്നവരാണോ? അല്ല. അവരിങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്ന അറിവ് തന്നെയാണ് അവര്. നിങ്ങൾ മറ്റേ നിവിൻ പോളിയുടെ ഒരു സിനിമയുണ്ട്, ഇവൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പടമുണ്ട്, 1983 എന്ന് പറഞ്ഞ സിനിമ. അതില് ഈ അച്ഛനും മോനും ഉണ്ട്. ഈ മെക്കാനിക് നന്നാക്കുന്ന ആ അച്ഛന് നമ്മളുടെ ജോയി മാത്യു അവതരിപ്പിച്ച കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ മകനെ എന്താക്കണം എന്ന ആഗ്രഹം? എഞ്ചിനീയർ ആക്കണം എന്ന ആഗ്രഹം. അദ്ദേഹം ഒരു സാധാരണ മെക്കാനിക്കാണ്. അതായത് ലെയ്ത്തില് അപ്രന്റീസ് ആയിട്ട് പോയി പഠിച്ച്
ഡിഗ്രി ഒന്നും ഇല്ലാത്ത സാധാരണ മെക്കാനിക്. പക്ഷെ അദ്ദേഹം ഒന്ന് കൈതൊടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ആ മെഷീൻ, മകൻ ഉണ്ടാക്കിയ മെഷീൻ വർക്ക് ആവുന്നത്. ആ സിനിമ ഓർക്കുന്നുണ്ടോ? ആ സിനിമയൊക്കെ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ ഒന്ന് ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. 1983 എന്ന് പറയുന്നത് നല്ലൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവര് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ബേസിസിലൊന്നും അല്ല ഇങ്ങനെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്, അവരിലൂടെ കൈമാറി വരുന്ന അവരുടെ കൈമാറി വരുന്ന അറിവ് അവിടെ വെച്ച് നിന്ന് പോകും. സോ ദ റൈറ്റ് ടു റിമെമ്പർ, അവര് പുറപ്പെടുവിക്കുന്ന അറിവുകൾ നമുക്ക് നമ്മളുടെ സൊസൈറ്റിക്കും നമ്മളുടെ എക്കോണമിക്കും നമ്മളുടെ എക്കോളജിക്കും ആവശ്യമായിട്ടുള്ളതാണ്. അതാണ് ഇവിടെ ഒരു സെക്കൻഡ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോ ഇനി നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് നമ്മളുടെ വിഷയം? നമ്മൾ ഇതിനെ UPSC പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അതായത് കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മളുടെ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒരു കൺസ്യൂമറിന് 6 അവകാശങ്ങൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് അവകാശങ്ങൾ? ഒന്ന് റൈറ്റ് ടു സേഫ്റ്റി ആണ്. ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു അവകാശം കൊടുക്കുന്നുണ്ട്. അറിവ് ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിയാൽ ആ ലാപ്ടോപ്പിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ അവകാശമാണ്. ദെൻ റൈറ്റ് ടു ചൂസ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള അവകാശമുണ്ട്. അത് മാത്രമാണോ? അല്ല. റൈറ്റ് ടു ബി ഹിയർഡ്, നിങ്ങളുടെ കംപ്ലൈന്റുകൾ കേൾക്കാനായിട്ട് ഉള്ള ഒരു അവകാശമുണ്ട്. റൈറ്റ് ടു റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇങ്ങനെ 6 തരത്തിലുള്ള അവകാശങ്ങളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ. നിങ്ങൾ കുറച്ച് നാൾ മുൻപ് ഫോർഡ് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൊങ്ങി വരുന്ന ഒരു ആരോപണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ആരോപണം ഈ റൈറ്റ് ടു ഹിയർഡുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഫോർഡ് ഇവിടെ എല്ലാം അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഫോർഡ് വണ്ടികൾ വാങ്ങിച്ചിരുന്നവര് സർവീസസിന് വേണ്ടിയിട്ടും റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടും എവിടെ പോകും എന്നുള്ളൊരു ചോദ്യം അന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് ഫോർഡ് തന്നെ ക്ലാരിഫൈ ചെയ്തു. ഞങ്ങള് പ്രൊഡക്ഷൻ മാത്രമാണ് ലിമിറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ 6 അവകാശങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് സേഫ്റ്റിക്കുള്ള അവകാശം, ഇൻഫോർമേഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള അവകാശം, ഹിയർ കേൾക്കാനായിട്ടുള്ള അവകാശം, നമ്മളുടെ കംപ്ലൈന്റുകൾ കേൾക്കാനായിട്ടുള്ള അവകാശം, ദെൻ റിഡ്രസൽസ് മേക്ക് ചെയ്യാനായിട്ടുള്ള അവകാശം, ദെൻ കൺസ്യൂമറിനുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അവകാശം. ഇതിൽ ഒരു സ്ഥലത്തും നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല? റൈറ്റ് ടു റിപ്പയർ പറഞ്ഞിട്ടില്ല. റൈറ്റ് ടു റിപ്പയർ പറഞ്ഞിട്ടില്ല. ഇന്ത്യക്ക് വ്യക്തമായിട്ട് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു പോളിസി ഇല്ല. റൈറ്റ് ടു റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർലി അവകാശമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി ആയിട്ടോ ഇതുവരെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ഈ റൈറ്റ് ടു റിപ്പയറിനെ ഒന്ന് പോളിഷ്ഡ് ചെയ്തിട്ട് നമ്മളുടെ ഒരു പോളിസി ആയിട്ട് അവതരിപ്പിക്കുന്നത് നമ്മളുടെ 2022 ഇ വേസ്റ്റ് റൂളിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. 2022 ഇ വേസ്റ്റ് റൂളില് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന കാര്യത്തിലാണ് നമ്മൾ ഈ റിപ്പയറിങ്ങിനെ കുറിച്ചിട്ട് ചെറിയൊരു മെൻഷൻ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ അവിടെ ഉപയോഗിച്ചു പോകുന്നു. ദെൻ ഇ വേസ്റ്റ് റൂളിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നത്. ദെൻ എന്താണ് ഇവിടുത്തെ പ്രോബ്ലം? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഇവിടുത്തെ പ്രോബ്ലം. സോറി, ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇവിടുത്തെ പ്രോബ്ലം വരുന്നത്? അതായത് റിപ്പയർ ചെയ്യാനായിട്ടുള്ള, ഞാൻ പറഞ്ഞു റിപ്പയർ എന്ന് പറഞ്ഞത് പ്യുവർലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത്. വിച്ച് മീൻസ് ടെക്നിക്കൽ നോളജ് ഇല്ല എന്നല്ല, അൺഓർഗനൈസ്ഡ് ആണ്. കാരണം ഇവർ ഏതെങ്കിലും ഒരു കോഴ്സിന്റെ അടിസ്ഥാനത്തിലല്ല വന്നിരിക്കുന്നത്. അതായത് ഏതെങ്കിലും 3 വർഷത്തെ റിപ്പയറിംഗ് കോഴ്സും ഒരു സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ഇരിക്കുന്ന ആളുകളല്ല കട തുടങ്ങിയിരിക്കുന്നത്. അവര് തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള. സോ ഞാനിവിടെ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസേഴ്സ് റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ഒരു ഇ വേസ്റ്റ് രൂപപ്പെട്ട് കഴിയുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുത്തു? അത് ഉപയോഗിക്കുന്ന ആൾക്കാണോ കൊടുത്തേ? അല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ മാർക്കറ്റിലേക്ക് വന്നു.
എൻ്റെ ഫോൺ മാർക്കറ്റിലേക്ക് വന്നു, മാർക്കറ്റിൽ കൺസ്യൂമർ അത് വാങ്ങുകയും കൺസ്യൂമർ അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോ അത് എൻവിറോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ആരാണ് ലൈബിൾ ആവുക? കൺസ്യൂമർ ആണോ? അത് ഉപയോഗിച്ച് കൺസ്യൂമർ ആണോ? അല്ല. എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി പ്രകാരം അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതായത് എൻവിറോൺമെന്റിനും എക്കോളജിക്കും ഉണ്ടാക്കുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇമ്പാക്ട് ആരുടെ മേലിലേക്ക് വന്നു? പ്രൊഡ്യൂസറിന്റെ മേലിലേക്ക് വന്നു. അതായത് ഇത് റിപ്പയർ ചെയ്യാനായിട്ടുള്ള പ്രൊഡക്ട്സുകൾ കൊടുക്കേണ്ടതും അല്ല, ഇത് റീയൂസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഒരുക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമായിട്ട് മാറി? എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി പ്രകാരം പ്രൊഡ്യൂസറുടെ ഉത്തരവാദിത്തമായിട്ട് മാറി. അതൊരു ഹ്യൂജ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഞാൻ പറഞ്ഞു നമ്മളുടെ ഇവരുടെ ക്രൈറ്റീരിയ, അതായത് നമ്മളുടെ ഈ റിപ്പയർ ചെയ്യുന്ന ആളുകളുടെ എന്താണ്, അവര് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുത്ത് പഠിച്ചിട്ടല്ല അവരെന്തായത്, അവര് റിപ്പയറിംഗിലേക്ക് ഇറങ്ങിയിരുന്നു ഞാൻ പറഞ്ഞു. സോ അത് ഒരു ഹ്യൂജ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇവരുടെ ടെക്നിക്കാലിറ്റിയെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? അതായത് ഇവർക്ക് സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ കൊടുത്തു. PM കൗശൽ വികാസ് യോജന അടക്കമുള്ള യോജനകൾ പ്രകാരം ഇവർക്ക് സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ കൊടുത്തു, സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതായത് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ സ്കിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഫോൺ റിപ്പയറിംഗ് അല്ലെങ്കിൽ റേഡിയോ റിപ്പയറിംഗ്. നിങ്ങൾക്ക് റേഡിയോ റിപ്പയർ ചെയ്യാനായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ 3 വർഷത്തെ കോഴ്സ് പഠിക്കണം എന്നില്ല. പകരം നിങ്ങൾ ആ സ്കിൽ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഓക്കെ ആണോ? ദെൻ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയിലും നമ്മൾ എന്ത് കൊടുത്തു? ഇന്ത്യൻ ട്രഡീഷണൽ നോളജുകളെയും ദെൻ ടെക്നിക്കൽ നോളജുകളെയും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്തു. ഇത് 2 രീതിയിൽ നമ്മളെ ബെനിഫിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് അറിയാവോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളില്ലാത്ത ജോബ് ഏതാണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള റിപ്പയറിംഗ് ജോബുകളാണ്, പെർട്ടിക്കുലർലി AC മെക്കാനിക്കുകൾ. ദെൻ നോർമൽ, അതായത് ലെയ്മാൻ ലെവലിലുള്ള റിപ്പയറിംഗ് ചെയ്യുന്ന ആളുകൾ ലോകത്ത് കുറവാണ്. അതായത് ഫ്യൂച്ചർ ഓഫ് ഗ്രോത്ത് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ട്, ഫ്യൂച്ചർ ഓഫ് ഗ്രോത്ത്. സോ ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ഇനി അടുത്ത വർഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ജോബുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ എല്ലാ വർഷവും, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്, ഡോക്ടർമാരുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഡിമാൻഡിനേക്കാളും ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ഈസ്റ്റ് ഏഷ്യയിലാണെങ്കിലും കൂടി നിൽക്കുന്ന ഡിമാൻഡുകൾ ഇങ്ങനെയുള്ള റിപ്പയറിംഗ് ചെയ്യുന്നവര്. ഈവൻ മെയ്സണെ പോലും, അതായത് നമ്മളുടെ മേസ്തിരി പണിക്കാരെ പോലും ഇനി കിട്ടാനില്ല എന്നുള്ളതാ പറയുന്നത്. ഇപ്പൊ കറന്റ് നമ്മളുടെ കേരളത്തിൽ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മെയ്സണ് എത്ര രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്? 1000-1500 രൂപയൊക്കെയാണ് നമ്മൾ ഒരു ദിവസത്തെ കൂലിയായിട്ട് അവർക്ക് കൊടുക്കുന്നത്. നോർമൽ കൂലിയായിട്ട് 1500 രൂപയ്ക്ക് മാറി. സോ അങ്ങനെയുള്ള തൊഴിലുകളിലേക്ക്, മെയ്സന്റെ മാത്രമല്ല, ഇങ്ങനെയുള്ള റിപ്പയറിംഗ് ജോലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഗുണം? ഇവർക്ക് ആ സ്കില്ലിനെ സർട്ടിഫിക്കറ്റ് ആക്കി മാറ്റാനായിട്ടും അതുവഴി ഹയർ ജോബ്സ് അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. ഇവിടെ നമുക്ക് കുറച്ചും കൂടി പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വേണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് അല്ലെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന പ്രൈവറ്റ് പാർട്ണർ, അവർ പറയാണ്, നിങ്ങൾ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ് തരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ടാറ്റയുടെ കാർ റിപ്പയർ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ടാറ്റയുടെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് റിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ സ്കില്ല് നമ്മളെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും. അങ്ങനെ സ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്താ ഗുണം? ആ സ്കിൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇവർക്ക് എവിടെ വേണമെങ്കിലും ജോബിന് അപ്ലൈ ചെയ്തുകൂടെ? അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിക്കൂടെ? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കൂടെ? സോ ഇങ്ങനെയുള്ള സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അവരെ മറന്നു പോവാതിരിക്കാൻ. ഹെഡിങ്ങിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ റൈറ്റ് ടു റിമെമ്പർ. ഓക്കെ, സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ. ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ്.
ഇത് നമ്മൾ എക്കോണമിക് പെർസ്പെക്റ്റീവിലാണ് സ്കില്ലിംഗ് പ്രോഗ്രാമും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും പറഞ്ഞത്. ദെൻ ഈ വേസ്റ്റ് റൂൾസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ മിഷൻ ലൈഫ്. മിഷൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഈ ലൈഫ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫോർ എഗ്രിമെന്റ് ഫോർ എൻവിറോൺമെന്റ്. എഗ്രിമെന്റ് അല്ല, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവിറോൺമെന്റ്. ഓക്കെ, സോ എൻവിറോൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും എന്താ ഗുണം? നമ്മളുടെ ഈ റിപ്പയർ അടക്കമുള്ള അലീഡ് സർവീസുകൾ, അതായത് പ്രൈമറി സർവീസുകളോട് ചേർന്ന് നിൽക്കുന്ന അലീഡ് സർവീസുകൾ എന്താണ്? എക്കോളജിക്കും ഗുഡാണ്. ഓക്കെ ആണോ? സോ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2019 ഒരു ചോദ്യമായിരുന്നു. എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഏത് ആക്ടുമായിട്ട് അല്ലെങ്കിൽ ഏത് റൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ 2022 ഈ വേസ്റ്റ് മാനേജ്മെന്റ് റൂളിന്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് റെസ്പോൺസിബിലിറ്റി വന്നത്. അന്ന് ഒരുപാട് ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ അത്ര ഈ 1-2 വർഷങ്ങളായിട്ട് ഞാൻ അത്ര വാർത്തകളിൽ ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രസ് ചെയ്ത് എടുത്ത് പറയാത്തത്. ഓക്കെ, പക്ഷെ ഇതൊരു കാര്യം കേട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ഓക്കെ ആണല്ലോ? ദെൻ നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്താണ്? നമ്മളുടെ ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, കോംപ്രഹെൻസീവ് എക്കണോമിക് ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ക്രിറ്റിസിസം. നമ്മൾ 3 ക്രിറ്റിസിസം പഠിച്ചു, 2 ക്രിറ്റിസിസം പഠിച്ചു, മൂന്നാമത്തെ ഇന്ന് പഠിക്കും. എന്തൊക്കെയായിരുന്നു ആദ്യത്തെ 2 ക്രിറ്റിസിസങ്ങൾ? പറഞ്ഞേ. ഒന്ന്, ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട്. ദെൻ 2, ഡാറ്റ സോവർണിറ്റിയുമായി ബന്ധപ്പെട്ട്. ഉറപ്പാണ് ഈ വർഷത്തെ മെയിൻസ് എക്സാമിനേഷന് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ മെയിൻസ് എക്സാമിനേഷനിൽ കോംപ്രഹെൻസീവ് എക്കോണമിക് ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിരിക്കും മെയിൻസ് പെർസ്പെക്റ്റീവിൽ. സോ അതിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് ഇപ്പൊ കിട്ടാൻ പോവുകയാണ്. 2 നമ്മൾക്ക് ഓൾറെഡി അറിയാം. എന്തൊക്കെയാണ്? ഹെൽത്ത് സെക്ടറിലുള്ള ക്രിറ്റിക്സ് എന്താണ്? ഹൈ ഷുഗർ, ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട് കണ്ടന്റ് അടങ്ങിയ മെറ്റീരിയൽസ് ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യപ്പെടും. ഇന്ത്യൻ ആളുകളുടെ പബ്ലിക് ഹെൽത്തിനെ അത് സീരിയസ് ആയിട്ട് അഫക്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇന്നലത്തെ ആർട്ടിക്കിളും അതുമായി ബന്ധപ്പെട്ടാണ്. എന്താണ്? ഡിജിറ്റൽ സോവർണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് നമുക്ക് പ്രയർ അറിയണമായിരുന്നു പണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇനി പ്രയർ വേണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. എക്സ് ആൻഡ് എന്നുള്ളത് പോസ്റ്റ് ആക്കി നമ്മൾ മാറ്റി, അല്ലെങ്കിൽ പ്രയർ അറിയേണ്ടത് പോസ്റ്റ് അറിയണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റി. ദെൻ വേറെ എന്താണ്? ഫുൾ ഡാറ്റ ഡിസ്ക്ലോഷർ, അല്ലെങ്കിൽ ഡാറ്റകൾ, ഗവൺമെന്റ് ഡാറ്റകൾ അറിയണം. നോർമലി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ഡാറ്റകൾ എങ്ങനെയായിരുന്നു? ഗവൺമെന്റ് ഡാറ്റകൾ എല്ലാം ഓപ്പൺ സോഴ്സിൽ ലഭ്യമാണ്. പക്ഷെ അതൊരു ലോ ആയിട്ട് എവിടെയും വന്നിട്ടില്ല. ലോ ആകുമ്പോൾ പ്രശ്നമുണ്ട്. എന്താണ്? ലോ ആകുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഇനി അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ ഹൈലി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഡാറ്റ സോവർണിറ്റിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു AI മോഡലൊക്കെ ഭാവിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UK പറയാണ് നിങ്ങൾക്ക് ആ ഡാറ്റയുടെ, അല്ലെങ്കിൽ AI മോഡൽ ക്രിയേറ്റ് ചെയ്ത ഡാറ്റയുടെ റിസോഴ്സസ് നമുക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എതിര് പറയാനായിട്ട് പറ്റുമോ? ഒരു നിയമമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എതിര് പറയാനായിട്ട് പ്രയാസമാണ്. ദെൻ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് ഡാറ്റ സോവർണിറ്റിയിൽ നമ്മൾ പറഞ്ഞത്. ദെൻ ഇന്നത്തെ ക്രിറ്റിക്സ് എന്താണ്? ഇന്നത്തെ ക്രിറ്റിക്സ് പബ്ലിക് ഹെൽത്ത്, പെർട്ടിക്കുലർലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പബ്ലിക് ഹെൽത്ത് അല്ല മേജർ ഇഷ്യൂ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി. ഇപ്പോൾ ഞാൻ ഒരു ക്രിയേഷൻ സംഭവിച്ചു, ഞാനൊരു മൊബൈൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഡിസൈൻ കണ്ടുപിടിച്ചു, അത് എന്റെ മാത്രം അവകാശമാണല്ലോ. അതിനെയാണ് എന്ത് പറയുന്നത്? പേറ്റന്റുകൾ എന്ന് പറയുന്നത്. പേറ്റന്റ് അത് നിർമ്മിക്കാനായിട്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അവകാശം ആർക്കാണ്? എനിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ആ അവകാശം കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ദെൻ സിനിമയുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ അത് എന്ത് പറയും? കോപ്പിറൈറ്റ് എന്ന് പറയും. കോപ്പിറൈറ്റ് ഇഷ്യൂ. മാനുഫാക്ചറിങ് ഗുഡ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിനെ പേറ്റന്റ് എന്ന് പറയും. ഓക്കെ ആണോ? സോ ഇങ്ങനെയുള്ള പേറ്റന്റുകളുടെ ഒക്കെ കാര്യത്തിൽ ഉള്ള ചില പ്രോബ്ലംസ്
ഇവിടെ അഡ്രസ്സ് ചെയ്യുകയാണ്. സോ തേർഡ് പ്രോബ്ലം നമ്മൾ പഠിച്ചല്ലോ, അല്ലെങ്കിൽ തേർഡ് ക്രിറ്റിക്സ് നമ്മൾ പഠിച്ചല്ലോ, എന്ത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ട ക്രിറ്റിക്സ്. ഓക്കെ, സോ ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഇന്ത്യ ഇതുവരെ വാദിച്ചിരുന്നത് കമ്പൽസറി ലൈസൻസിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു. രണ്ട് ലൈസൻസിങ്ങുകളുണ്ട്, ഒന്ന് കമ്പൽസറി ലൈസൻസിങ്, ദെൻ വോളണ്ടറി ലൈസൻസിങ്. കമ്പൽസറി ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസിങ് ആണ്. അതായത് എന്റെ ഒരു പ്രൊഡക്റ്റ്, ഞാനൊരു മരുന്ന് നിർമ്മാണ കമ്പനിയാണ്, മാത്യൂസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് നിർമ്മാണ കമ്പനിയാണ് ഞാൻ ഓൺ ചെയ്യുന്നത്. അതിൽ ഞാൻ പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കുകയും ഞാൻ അതിന് പേറ്റന്റ് വാങ്ങുകയും ചെയ്തു. സോ ഇനി ആര് മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ മരുന്ന് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിലും എന്റെ പേറ്റന്റ് ഉണ്ടായിരിക്കണം. വേറൊരാൾക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പേറ്റന്റ് റൈറ്റ്സ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കണം. അപ്പോ ഞാൻ COVID-19 വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചു. സോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സ്റ്റേറ്റ് എന്ത് പറഞ്ഞു? മകനെ മാത്യു, നീ അങ്ങനെ കൊടുക്കരുത്, നീ പേറ്റന്റുകളൊന്നും വേണ്ട, ഞാനത് കമ്പൽസറി റൈറ്റിങ്ങുകൾ പ്രകാരം, കമ്പൽസറി ലൈസൻസിങ് പ്രകാരം ഞാൻ അതിങ്ങ് എടുക്കുവാണ്. എന്ത്? പേറ്റന്റ് അധികാരം. അതായത് എന്റെ പ്രൊഡക്റ്റിന് 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഓതറൈസ് ചെയ്യാം, ഗവൺമെന്റ് ഓതറൈസേഷൻ ഫോർ എ തേർഡ് പാർട്ടി ടു മേക്ക് യൂസ് ഓർ സെൽ എ പേറ്റന്റഡ് പ്രൊഡക്റ്റ് വിത്തൗട്ട് പേറ്റന്റ് ഓണേഴ്സ് കൺസെന്റ്. അതായത് എന്റെ കൺസെന്റ് ഇല്ലാണ്ട് ഗവൺമെന്റിന്, ഇത് ഗവൺമെന്റ് കൊടുക്കുന്ന അധികാരമാണ് കേട്ടോ. കമ്പൽസറി ലൈസൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്ന അധികാരമാണ്. ഓക്കെ, ഗവൺമെന്റിന് എന്തിന്, തേർഡ് പാർട്ടിക്ക് എന്ത് കൊടുക്കാം? മേക്ക് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ടും സെല്ല് ചെയ്യാനായിട്ടുമുള്ള അധികാരം. അപ്പോൾ എന്റെ ലാഭം അവിടെ നഷ്ടപ്പെടുകയല്ലേ? എനിക്ക് ഇങ്ങനെ കമ്പൽസറി ലൈസൻസിങ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാമായിരുന്നു. കാരണം ക്യാൻസർ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ക്യാൻസർ വരുന്നുണ്ട്. ക്യാൻസറിനെതിരെ ഒരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ അത് പറയുകയാണ്, ആർക്കും ആ ലൈസൻസിങ് കൊടുക്കുന്നില്ല, എനിക്ക് മാത്രം. അതിന്റെ ദിവ്യ ഔഷധ കൂട്ടിന്റെ അറിവ് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ലിമിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് 3 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞ ഗവൺമെന്റ് അതിന് വേറെ ആർക്കെങ്കിലും, അതായത് എന്റെ ലൈസൻസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ എന്റെ കൺസെന്റ് ഇല്ലാതെ തന്നെ മേക്ക് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നതിനെയാണ് കമ്പൽസറി ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? ദെൻ വോളണ്ടറി ലൈസൻസിങ്. വോളണ്ടറി ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ എന്റെ അധികാരത്തോടു കൂടി, അതായത് എന്റെ കൺസെന്റോട് കൂടിയിട്ട് ഞാൻ ഒരാൾക്ക് എന്ത് കൊടുക്കുന്നു? അധികാരം കൊടുക്കുന്നു. ഞാൻ ഒരു ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നു, ഞാൻ എന്റെ സുഹൃത്തിനോട് പറയാണ്, നീയും ഈ ഒരു മരുന്ന് വേണമെങ്കിൽ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നീ എടുത്തോളൂ എന്ന് പറയുകയാണ് വോളണ്ടറി ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ കമ്പൽസറി ലൈസൻസിങ് ടേംസിനെ നമ്മളുടെ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പ്രകാരം അതിനെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കമ്പൽസറി ലൈസൻസിങ് അല്ല, വോളണ്ടറി ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസ് നമ്മളുടെ ചാപ്റ്റർ 13 പ്രകാരം ഇതില് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനാണ്. കാരണം എന്താണ്? ഇന്ത്യ ഈ ഓപ്പൺ കൺസെന്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുകയും പെർട്ടിക്കുലർലി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൺട്രിയാണ്. സോ നമ്മൾ ഈ വോളണ്ടറി ലൈസൻസിങ്ങിനെയല്ല, കമ്പൽസറി ലൈസൻസിങ്ങിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണെങ്കിലും മറ്റ് ഏത് ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും നമ്മൾ ഈ കമ്പൽസറി ലൈസൻസിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എവിടേക്ക് വന്നപ്പോ നമ്മളുടെ UK-യുമായിട്ടുള്ള കോംപ്രഹെൻസീവ് എക്കോണമിക് ട്രേഡ് എഗ്രിമെന്റിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ കമ്പൽസറി ലൈസൻസിങ്ങിനേക്കാളും കുറച്ചും കൂടി വോളണ്ടറി ലൈസൻസിങ്ങിന് പ്രാധാന്യം കൊടുത്തു. അത് നമ്മളുടെ ഹെൽത്ത് സെക്ടറിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ ആണ്. ഒന്നാമത്തെ പ്രോബ്ലം മനസ്സിലായല്ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിലെ കമ്പൽസറി ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട്. എന്താണ് കമ്പൽസറി ലൈസൻസിങ് എന്ന് ഇനി സംശയം ഉണ്ടാവാനായിട്ട് പാടില്ല. ഗവൺമെന്റ് നമ്മളുടെ പേറ്റന്ററിന്റെ കൺസെന്റ് കൂടാതെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഓക്കെ, പേറ്റന്ററിന്റെ
ആ കൺസെന്റ് കൂടാതെ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇതിനെയാണ് കമ്പൽസറി ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ നമ്മളുടെ പേറ്റന്റ് ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മൾ ഈ കമ്പൽസറി ലൈസൻസിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ പേറ്റന്റ് ആക്ട് 1970 പേറ്റന്റ് ആക്ട് പ്രകാരം നമ്മൾ 3 കാരണങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3-ൽ ഏതെങ്കിലും കാരണം സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പൽസറി ലൈസൻസിങ് കൊടുക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും റീസണബിൾ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ഞാൻ COVID-19 ഒരു വാക്സിനേഷൻ കണ്ടുപിടിച്ചു. ആ വാക്സിനേഷൻ കണ്ടുപിടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? COVID-19 തുരത്തുക എന്നുള്ളതാണ്, അല്ലാണ്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു റീസണബിൾ റിക്വയർമെന്റ്, COVID-19 വാക്സിൻ എന്നുള്ളൊരു റീസണബിൾ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഞാൻ എന്ത് പറയും? കമ്പൽസറി ലൈസൻസിങ് അടിച്ചു കൊടുത്തേക്ക്. ഞാൻ പറയുന്ന ആളുകൾ, സ്റ്റേറ്റ് എന്ത് പറയും? സ്റ്റേറ്റ് പറയുന്ന ആളുകൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? ഈ പറയുന്ന COVID-19 വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാം. ആരുടെ അനുമതി ഇല്ലാണ്ട്? പേറ്റന്റർ ആയിട്ടുള്ള, പേറ്റന്റ് നൽകിയിട്ടുള്ള, പേറ്റന്റ് നൽകപ്പെട്ടിട്ടുള്ള പേറ്റന്റർ ആയിട്ടുള്ള എന്റെ അനുമതി ഇല്ലാണ്ട്. ഓക്കെ ആണോ? Then രണ്ടാമത്തത്, the patent invention is not available to the public at reasonable and affordable price. അഫോർഡബിൾ പ്രൈസിൽ പബ്ലിക്കിന് ഇത് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി അവൈലബിൾ അല്ല എങ്കിൽ. ഓക്കെ, ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു, അത് ഞാൻ പേറ്റന്റ് അടിച്ചു വെച്ചു. കിട്ടുന്നത് എത്ര രൂപയ്ക്കാണ്? മിനിമം ക്യാൻസറിനുള്ള മരുന്ന് കിട്ടണമെങ്കിൽ 2 ലക്ഷം രൂപ വേണം. അപ്പൊ സ്റ്റേറ്റ് എന്ത് പറയും? മക്കളെ അത് വേണ്ട, ഞാനിവിടെ കമ്പൽസറി ലൈസൻസിങ് അടിച്ചു കൊടുക്കുകയാണ്. പേറ്റന്റ് ഇല്ലാതെയും ഞാൻ പറയുന്ന ആളുകൾക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. Then the third one is, the patented invention is not worked in the territory of India, implying it has not been commercially exploited in the country. ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. മനസ്സിലായോ? ഇന്ത്യയെ അതായത് പ്രോഫിറ്റ്, അമിത പ്രോഫിറ്റ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം? ഗവൺമെന്റിന്റെ ലക്ഷ്യം വെൽഫെയർ ആണ്. ഈ 3 കേസുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കുക, ഗവൺമെന്റിന്റെ ലക്ഷ്യം വെൽഫെയർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? സോ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പേറ്റന്റിന് കമ്പൽസറി ലൈസൻസിങ് അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ എന്താ പറയുന്നത്? നമ്മളുടെ കോംപ്രഹെൻസീവ് എക്കോണമിക് ട്രേഡ് എഗ്രിമെന്റിൽ എന്താ പറയുന്നത്? അതായത് വോളണ്ടറി ലൈസൻസിങ് ആസ് ദ പ്രിഫറബിൾ ആൻഡ് ഒപ്റ്റിമൽ റൂട്ട്. അതായത് കമ്പൽസറി ലൈസൻസിങ് അല്ല, വോളണ്ടറി ലൈസൻസിങ് ആണ് പ്രിഫറബിളും ഒപ്റ്റിമലുമായിട്ടുള്ള റൂട്ട് ഫോർ ആക്സസ് ടു മെഡിസിൻസ്. മെഡിസിൻസിന് നിങ്ങളുടെ ആക്സസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? വോളണ്ടറി ലൈസൻസിങ് പ്രകാരം കൊടുക്കുന്നതാണ് പ്രിഫറബിൾ ആയിട്ടുള്ള കാര്യം. അല്ലാണ്ട് കമ്പൽസറി റൈറ്റ്, അത് പറയാതെ പറയുന്നത് എന്താണ്? കമ്പൽസറി റൈറ്റിങ്ങുകളിലേക്ക് പോകരുത് എന്നുള്ളതാണ് പറയാതെ പറയുന്നത്. 2013-ലോ 2012-ലോ ഒരു കേസ് നടക്കുന്നുണ്ട്, നാക്ടോ വെസസ് ബയോ. ആ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ കേസിന് മുന്നേ ക്യാൻസറിനുള്ള മരുന്നിന് വില എത്രയാണെന്ന് അറിയാമോ? 2,80,000 രൂപയായിരുന്നു. ക്യാൻസറിന്റെ മരുന്നിന്റെ വില 2,80,000 രൂപ. അടിച്ചു കൊടുത്തു കമ്പൽസറി പേറ്റന്റ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ക്യാൻസർ വന്ന് മരിക്കുകയാണ്. എന്ത് മരുന്ന് കൊടുക്കും? ഇങ്ങനെയുള്ള പേറ്റന്റ് കമ്പനിമാരുടെ, കുത്തക മുതലാളികളുടെ എന്ത് കാരണം? പ്രോഫിറ്റ്. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ. പക്ഷേ അതിന്റെ കോസ്റ്റ് ബെയർ ചെയ്യുന്നത് സാധാരണക്കാരാവരുത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കമ്പൽസറി ലൈസൻസിങ് അടിച്ചു കൊടുത്തു, വില 8,000 രൂപയായിട്ട് കുറഞ്ഞു. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാക്കരുത് എന്നൊരു കമ്പനിയോട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണ്? സാധാരണമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളാണ്. മെറ്റീരിയൽ, എയർ. ഇവരുടെ ബൈ പ്രൊഡക്ട്സുകൾ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത് ആരുടെ മേലേക്കാണ്? സ്റ്റേറ്റിലെ ആളുകളുടെ മേലേക്കാണ്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഇവർ പുറന്തള്ളുന്നുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ആരാണ്? സാധാരണ ജനങ്ങളാണ്. അപ്പോൾ അവരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇവർക്കുണ്ട്. അതാണ് ഈ കമ്പൽസറി ലൈസൻസിങ്ങിന്റെ ഒക്കെ ഒരു എക്സ്റ്റൻഡഡ് ആയിട്ടുള്ളൊരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അല്ലാണ്ട് പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമല്ല നമ്മളുടെ
ക്യാപിറ്റലിസ്റ്റിന്റെയും ഇതുപോലുള്ള കമ്പനികളുടെയും വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മേക്ക് ദ ബെറ്റർ സൊസൈറ്റി എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യമായിട്ട് ഇരിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ മൂന്നാമത്തെ ക്രിറ്റിക്സ് പഠിച്ചല്ലോ. എന്തിന്റെ ബേസിസിൽ? കോംപ്രഹെൻസീവ് എക്കോണമിക് ട്രേഡ് എഗ്രിമെന്റിന്റെ ബേസിസിൽ മൂന്നാമത്തെ ക്രിറ്റിക്സ് പഠിച്ചു. ഈ 3 ക്രിറ്റിക്സും ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ എഴുതണം കേട്ടോ, വിത്ത് എക്സാമ്പിൾ. നാക്ടോ ബേസിസ് ബെയർ എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്കാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഒരു ചെറിയ ആർട്ടിക്കിൾ ആണ്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറച്ച് നാളുകളായിട്ട് SSC പഠിക്കുന്നവരായി കഴിഞ്ഞാലും PSC പഠിക്കുന്നവരായി കഴിഞ്ഞാലും വാർത്തയിൽ എപ്പോഴെങ്കിലും വായിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്റ്റിന്റെ. ജൂണിലാണ് ഈ 2 പാലങ്ങളും, ചെനാബ് പാലവും അതിനോട് ചേർന്ന് ഉള്ള പാലവും നമ്മളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയുക. നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പറയും. അതായത് അറേഞ്ച് ദ ഫോളോയിങ് പ്ലേസസ് ഇൻ ന്യൂസ് ഫ്രം സൗത്ത് ടു നോർത്ത്. എന്നിട്ട് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ശ്രീനഗർ, ഉദ്ധംപൂർ, ബാരാമുള്ള. ഇതിനെങ്ങനെയാണ് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് അറേഞ്ച് ചെയ്യുന്നത്? ഏതാണ് ആദ്യം വരുന്നത്? ബാരാമുള്ള കഴിഞ്ഞിട്ടാണോ ശ്രീനഗർ വരുന്നത്? ശ്രീനഗറിന് ശേഷമാണോ ഉദ്ധംപൂർ വരുന്നത്? എങ്ങനെയാണ് സൗത്ത് ടു നോർത്ത്, താഴെയിൽ നിന്ന് മുകളിലേക്ക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ അറേഞ്ച് ചെയ്യും? ആദ്യം വരുന്നത് ഉദ്ധംപൂരാണ്, അതായത് താഴെ ഉദ്ധംപൂരാണ്. നിങ്ങൾ ഇവിടെ മാപ്പ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. താഴെ നോക്കി, ഇവിടെ പച്ച ലൈനിനോട് ചേർന്ന് വരുന്ന സ്ഥലം കണ്ടോ? ഉദ്ധംപൂർ. ദെൻ ആദ്യം അഞ്ചിഗഡ് ബ്രിഡ്ജ് വരും. അഞ്ചിഗഡ് ബ്രിഡ്ജിന് ശേഷം ചെനാബ് ബ്രിഡ്ജ് വരും. ചെനാബ് ബ്രിഡ്ജിന് ശേഷം ചെനാബ് ബ്രിഡ്ജ് എങ്ങടാ കണക്ട് ചെയ്യുന്നത്? ശ്രീനഗറിലേക്കുള്ള കണക്ഷൻ ആണ്. ശ്രീനഗറിനും മേലെയാണ് ബാരാമുള്ള എന്ന് പറയുന്ന സ്ഥലം. ശ്രീനഗറിനും മേലെയാണ് ബാരാമുള്ള എന്ന് പറയുന്ന സ്ഥലം. സോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ ലീസ്റ്റ് ഡിസ്റ്റൻസിൽ നടന്നു പോവുകയാണെങ്കിലോ കാറിൽ പോവുകയാണെങ്കിൽ എത്ര സംസ്ഥാനങ്ങൾ ക്രോസ് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാവരും മറ്റേ എർത്ത് ക്വേക്കിന്റെ കൺവെൻഷണൽ കറന്റ് ഹൈപ്പോത്തിസിസും ആൽഫ്രഡ് വെഗനന്റിന്റെ തിയറിയൊക്കെ പഠിച്ചു പോയപ്പോൾ ജസ്റ്റ് മാപ്പിൽ നിന്ന് മാത്രം ഒരു ചോദ്യം ചോദിച്ചിട്ട് UPSC ഞെട്ടിച്ചു കളഞ്ഞ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ UPSCക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പ്രൊജക്ടിന്റെ എക്കോണമിക്കൽ ആൻഡ് ഡിഫൻസ് റിലേറ്റഡ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് 10 പേജ് പഠിച്ചു പോയ ഒരാളെക്കാളും കൂടുതൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ അഡ്വാൻറ്റേജ് കിട്ടിയേക്കാം എന്നേ പറയുന്നുള്ളൂ. കിട്ടും എന്നൊന്നും ഉറപ്പില്ല. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അഡ്വാൻസിലേക്ക് പോകാം. അപ്പൊ സ്ഥലം മനസ്സിലായല്ലോ, ജിയോഗ്രഫിക്കൽ മാപ്പ് മനസ്സിലായല്ലോ. താഴെ എന്താണ്? പേര് പറയുന്നത് പോലെ തന്നെയാണ് ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള. ഉദ്ധംപൂർ ആദ്യം, ദെൻ ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്നു. ശ്രീനഗറിൽ നിന്ന് എങ്ങടേക്ക് പോകുന്നു? നമ്മളുടെ ബാരാമുള്ളയിലേക്ക് കണക്ട് ചെയ്യുന്നു. ആദ്യം വരുന്നത് അഞ്ചിഗഡ് ബ്രിഡ്ജ് ആണ്. അഞ്ചിഗഡ് ബ്രിഡ്ജ് എന്താണ്? അഞ്ചിഗഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിഗഡ് എന്ന് പറയുന്ന ചെനാബിന്റെ ഒരു കൈവഴിയാണ് ഈ അഞ്ചിഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പുറകെ പണിതിരിക്കുന്ന നമ്മളുടെ എന്ത് പാലമാണത്? നമ്മളുടെ ഈ റോപ്പ് കയറ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു നിർത്തിയിരിക്കുന്ന പാലമാണ് ഈ അഞ്ചിഗഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോപ്പ് കയറല്ല കേട്ടോ, നമ്മുടെ ഇരുമ്പിന്റെ കയറ്. ഓക്കെ, ദെൻ ചെനാബ് ബ്രിഡ്ജോ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ബ്രിഡ്ജ് ആണ് ഈ ചെനാബ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരാണിത് പണിതിരിക്കുന്നത്? ഈ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പ്രൊജക്ട് ആരുടെ മേൽനോട്ടത്തിലാണ്? കൊങ്കൽ റെയിൽവേ എഞ്ചിനീയേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നിരിക്കുന്നത്. ദെൻ ഒരു 272 കിലോമീറ്റർ ലെങ്ത് വരുന്ന ഒരു റെയിൽ പ്രൊജക്ട് ആണ്. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ നോക്കട്ടെ. ചെനാബ് ബ്രിഡ്ജിനെ കുറിച്ചിട്ട് പറഞ്ഞു, അഞ്ചിഗഡ് ബ്രിഡ്ജിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ ഇതിനോട് ചേർന്ന് തന്നെ പീർപാഞ്ചൽ ടണൽ എന്ന് പറയുന്ന ഒരു ടണൽ കൂടിയുണ്ട്. പീർപാഞ്ചൽ മലനിരകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ ഒരു ടണൽ കൂടിയിട്ടുണ്ട്. ഈ രണ്ട് നമ്മളുടെ അഞ്ചിഗഡ് ബ്രിഡ്ജും
ചെനാബ് ബ്രിഡ്ജുമാണ് നമ്മൾ കഴിഞ്ഞ ജൂണിൽ നമ്മളുടെ ആര് പോയിട്ട് ഉദ്ഘാടനം ചെയ്തേ, മോദിജി പോയിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, സോ ഇത് ആരാ പണിതേ, നമ്മളുടെ കൊങ്കൺ റെയിൽവേ ആണ്, കൊങ്കൺ റെയിൽവേ എഞ്ചിനീയറിംഗ് യൂണിറ്റ് ആണ് ഇത് പണിതത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇനി ഇത് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഇത് സ്ട്രാറ്റജിക്കലും എക്കോണമിക്കലും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ശ്രീനഗറിൽ നിന്ന് ഒരാൾക്ക് ഡൽഹിയിലേക്ക് എത്തണമെങ്കിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് സിറ്റിയിലേക്ക്, ഹൈ എൻഡ് സിറ്റിയിലേക്ക് എത്തണമെങ്കിൽ ഏത് മാർഗം സ്വീകരിക്കും? കൃത്യമായിട്ടുള്ളൊരു മാർഗം ഉണ്ടായിരുന്നില്ല, ഒരു റെയിൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. പണ്ട് തുടങ്ങി ശ്രീനഗറിലുള്ളവരും ലേയിലുള്ളവരും ലഡാക്കിലുള്ളവരും ഒക്കെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് റോഡ് മാർഗമാണ്. ഇനി അത് വേണ്ട, നമ്മള് ലോകത്തിന്റെ നെറുകയിലേക്ക് കാണിച്ചു കൊടുത്ത ഒരു എക്സാമ്പിൾ ആണ്. എത്ര ഉയരത്തിലാണെങ്കിലും എത്ര ശൈത്യത്തിലാണെങ്കിലും ഞങ്ങളുടെ ജനങ്ങളെ ഞങ്ങളുടെ ചിറകിനടിയിൽ ഞങ്ങൾ സൂക്ഷിക്കും അല്ലെങ്കിൽ കാത്തുകൊള്ളും എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ. നിങ്ങൾ ജമ്മു കാശ്മീരിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ട് റെയിലിലൂടെയും ദെൻ ബസ്സുകളാണ് അവിടെ നിന്നുള്ളത്. ബസ്സുകളിലൂടെയൊക്കെയാണ്, അതായത് ഷെയർഡ് ബസ്സുകളിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുക. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ദേ ഭാരതിന് എങ്ങടേക്ക് പോകാം? ശ്രീനഗറിലേക്ക് എത്താം. സോ ഹ്യൂജ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയില്ലേ, എക്കോണമി വളർന്നില്ലേ, ടൂറിസം ഗ്രോത്ത് വന്നില്ലേ, എക്കോണമിക്കൽ ഇമ്പോർട്ടൻറ്റ്. ദെൻ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. എന്താണ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്? നമുക്കൊരു യുദ്ധ ഉപകരണം അങ്ങടേക്ക് എത്തിക്കണമെങ്കിൽ, ഡൽഹിയിലുള്ളൊരു യുദ്ധ ഉപകരണം ശ്രീനഗറിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുക, എത്ര പെട്ടെന്ന് നടക്കും? സോ ഇത് സ്ട്രാറ്റജിക് വൈസും എക്കോണമിക് വൈസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സ്റ്റേബിൾ കോയിൻസ്. ഹോങ്കോങ് കറന്റ് ഒരു റെഗുലേഷൻ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്റ്റേബിൾ കോയിൻസുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമുക്കിവിടെ ഹോങ്കോങ് എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നതിനേക്കാൾ ഉപരി എന്താണ് സ്റ്റേബിൾ കോയിൻസ്, അതിന് ലോകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. എന്താണ് സ്റ്റേബിൾ കോയിൻസ്? അതിനു മുൻപ് എന്താണ് ക്രിപ്റ്റോ കറൻസീസ്? ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോയിൻസിനെയാണ് ഈ ക്രിപ്റ്റോ കറൻസീസ്, അല്ലെങ്കിൽ കറൻസീസിനെയാണ് ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണ്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസീസും സ്റ്റേബിൾ കോയിൻസും നിലനിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്ലോക്ക് ചെയിൻസ് ടെക്നോളജീസ്? സ്റ്റേബിൾ കോയിൻസ് എന്താണെന്ന് പറയണം, ക്രിപ്റ്റോ കറൻസീസ് എന്താണെന്ന് പറയണം, ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് പറയണം. അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ടെക്നോളജി അല്ലെങ്കിൽ DLT എന്ന് പറയുന്ന ടെക്നോളജി പ്രകാരം വർക്ക് ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഡിഫറെന്റ് ബ്ലോക്കുകൾ ഉണ്ടാവും. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4, അങ്ങനെ ഡിഫറെന്റ് ബ്ലോക്കുകൾ ഉണ്ടാവും. അതിൽ ഒരു ബ്ലോക്കിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് പോകണമെങ്കിൽ ആ ചേഞ്ച് പിന്നെ മാറ്റാനായിട്ട് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. അതായത് ഞാനും എൻ്റെ 5 സുഹൃത്തുക്കളും കൂടിയിട്ട് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടി തീരുമാനിച്ചു, എൻ്റെ ഒരു സുഹൃത്തിനോട് ഞങ്ങൾ ബാക്കിയുള്ള 4 പേരും പറഞ്ഞു, ഞങ്ങൾ ടോട്ടൽ പൈസ നീ സ്പെൻഡ് ചെയ്തോളൂ, അതായത് ട്രിപ്പിന്റെ എല്ലാ ചെലവുകളും നീ സ്പെൻഡ് ചെയ്തോളൂ. അവസാനം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നീ എത്രയാണ് തുക എന്നുള്ളത് ടോട്ടൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവൻ ഒരു 200 പേജിന്റെ ബുക്ക് വാങ്ങിച്ചു. എന്നിട്ട് രാവിലെ ഭക്ഷണം കഴിച്ചതിൻ്റെയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെയും കറങ്ങാൻ പോയ സ്ഥലത്തിന്റെ ബാക്കി എക്സ്പെൻസുകൾ, പെട്രോൾ അടിച്ചതിൻ്റെയൊക്കെ എക്സ്പെൻസുകൾ എഴുതി വെച്ചു. ദെൻ വൈകുന്നേരം ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഒരു 1000 രൂപ കൂടി അഡീഷണൽ ആയിട്ട് ഇതിൽ എഴുതി ചേർത്തു. 1000 രൂപ കൂടി ഇവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവൻ ഇതിൽ എഴുതി ചേർത്തു. അപ്പോൾ ഇത് നമ്മൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുമോ? ബാക്കിയുള്ള 4 പേർക്കും വെരിഫൈ ചെയ്യാൻ പറ്റുമോ? അതായത് ഈ 1000 രൂപയുടെ സോഴ്സ് എന്താണെന്ന് നമുക്ക് അവനോട് ചോദിക്കാനായിട്ട് പറ്റും, നമ്മുടെ സുഹൃത്തല്ലേ. ഇതിന്റെ സോഴ്സുകളൊന്നും സൂക്ഷിച്ചു വെക്കാനായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി നമുക്കില്ല. അപ്പോൾ അവിടെ ഒരു പറ്റിപ്പ് നടന്നു. എന്ത് നടന്നു? പറ്റിപ്പ് നടന്നു. ഓക്കെ, ആ ഒരു പറ്റിപ്പിനെ
നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി തടയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ബ്ലോക്കുകളാണെന്ന് പറഞ്ഞല്ലോ ഞാൻ. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 അങ്ങനെ ഡിഫറെന്റ് ബ്ലോക്കുകളാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഒരു ബ്ലോക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ബാക്കി എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ട്രിപ്പ് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ 4 സുഹൃത്തുക്കളോടൊപ്പം ട്രിപ്പ് പോയി. സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരാളെയല്ല ഞാൻ കണക്ക് നോക്കാൻ ഏൽപ്പിച്ചത്. പകരം 1 രൂപ ചെലവഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 1 രൂപയെ ഞങ്ങൾ 4 പേരും വെരിഫൈ ചെയ്യണം. സോ ഇറ്റ്സ് എ ഡീസെൻട്രലൈസ്ഡ് ആക്കി ഞാൻ. കാരണം എന്തിനാണ്? ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാര്യത്തെ ഡീസെൻട്രലൈസ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ടെക്നോളജി. സോ ഈ ഡീസെൻട്രലൈസേഷൻ ആണ് ഈ ബ്ലോക്ക് ചെയിനിലും സംഭവിക്കുന്നത്. എന്താണ്? ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും എവരി റെസിപ്പിയന്റ് ഹാസ് ടു അക്സെപ്റ്റ് ദ ചേഞ്ച്. ഓക്കെ, ആ ട്രാൻസാക്ഷൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഞാൻ ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറൻസി മാത്രമല്ല, പകരം എന്ത് കൂടിയുണ്ട്? കാരണം ഒരു പ്രോഗ്രാമിനെ ഒരിക്കലും മാത്രമേ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ 1000 രൂപ ഹോട്ടലിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു. അതായത് 1000 രൂപ ചെലവഴിച്ചു. അത് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള 4 പേരും എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് ഇവർ 4 പേരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എന്തെങ്കിലും അതിൽ ക്രമക്കേട് കാണിച്ചു കഴിഞ്ഞാൽ 1000 അല്ല 1200 ആക്കിയേക്കാം എന്ന് വെട്ടിത്തിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ പറ്റത്തില്ല. അത് നെക്സ്റ്റ് ബ്ലോക്കിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്റെ ജീവിതത്തിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡീസെൻട്രലൈസ്ഡ് ആണ്. സെൻട്രലൈസ്ഡ് ആവുമ്പോഴാണ് എന്ത് പറ്റുന്നത്? കണക്കുകളിൽ കൃത്രിമത്വം കാണിക്കാനായിട്ട് പറ്റുന്നത്. സോ ഞാനത് ഡീസെൻട്രലൈസ്ഡ് ആക്കി. ദെൻ എന്റെ 4 സുഹൃത്തുക്കളും അത് എന്ത് ചെയ്യണം? 4 സുഹൃത്തുക്കളും അത് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ വെരിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, ഇത് എന്റെ ട്രിപ്പിന്റെ കാര്യത്തിൽ 4 പേരേ ഉള്ളൂ. പക്ഷേ ലോകത്തിൽ പല ട്രാൻസാക്ഷനുകളും നടക്കാമല്ലോ, പല കാര്യങ്ങളും വെരിഫൈ ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ വെരിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതായത് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകളെ വെരിഫൈ ചെയ്യുന്നവർക്ക് എന്ത് കൊടുക്കും? റിവാർഡ് കൊടുക്കണ്ടേ? അതായത് ഇങ്ങനെ വെരിഫൈ ചെയ്യുക എന്നുള്ളത് ഒരാളുടെ ജോലിയായിട്ട് മാറി. എന്തായിട്ട് മാറി? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, അതെന്റെ ഒരു ജോലിയായിട്ട് മാറിയോ? എനിക്ക് അനന്ത IAS അക്കാഡമി ശമ്പളം തരുന്നു. പക്ഷേ ക്രിപ്റ്റോ വേൾഡിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ ഈ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഈ ട്രാൻസാക്ഷനുകൾ വെരിഫൈ ചെയ്യണം. എന്റെ സുഹൃത്തിന്റെ കേസിലാണെങ്കിൽ ഞങ്ങൾ 4 പേരും വെരിഫൈ ചെയ്യണം. പക്ഷേ ഡിജിറ്റൽ വേൾഡിൽ എങ്ങനെ വരും? പല ട്രാൻസാക്ഷനുകളും പലരും നടത്തും. ഇതിനെ ആരെങ്കിലും ഒക്കെ വെരിഫൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ വെരിഫൈ ചെയ്യുന്നവർക്ക് റിവാർഡുകൾ കൊടുക്കണ്ടേ? അങ്ങനെ റിവാർഡുകൾ കൊടുക്കുന്നതാണ് എന്ത്? റിവാർഡുകൾ കൊടുക്കുന്നത് പഴയ കാലത്ത് എന്തായിട്ട് കൊടുക്കും? ചക്കയായിട്ട് കൊടുക്കും, മാങ്ങയായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റുകളായിട്ട് കൊടുക്കും. പണ്ട് അങ്ങനെയായിരുന്നല്ലോ, കറൻസി ഇല്ലാത്ത സമയത്ത് എങ്ങനെയായിരുന്നു? ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു റിവാർഡായിട്ട് കൊടുത്തിരുന്നത്. ദെൻ പിന്നെ എന്ത് കൊടുത്തു? പിന്നെ നമ്മൾ പണം കണ്ടുപിടിച്ചപ്പോ പണമായിട്ട് റിവാർഡ് കൊടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവരുടെ വർക്കിനുള്ള പ്രൈസ്, വേജ് എന്തായിട്ട് കൊടുക്കാൻ തുടങ്ങി? ക്യാഷിൽ കൊടുക്കാൻ തുടങ്ങി. 2000 രൂപ, 1000 രൂപ. ഡിജിറ്റൽ വേൾഡിൽ അതെങ്ങനെ കൊടുക്കാൻ തുടങ്ങി? കറൻസി, ക്രിപ്റ്റോ കറൻസി ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ റിവാർഡ്സിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ ഇരുന്ന് വെരിഫൈ ചെയ്ത് ക്രിപ്റ്റോ കറൻസി ഉൽപ്പാദിപ്പിക്കുന്നവരെയാണ് ക്രിപ്റ്റോ മൈനിങ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോ മൈനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്രിപ്റ്റോ കറൻസിയുടെ ഒരു വരവ് മനസ്സിലായോ? ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ട്രാൻസാക്ഷനുകൾ വെരിഫൈ ചെയ്യുന്നവർക്ക് കിട്ടുന്ന റിവാർഡാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദാറ്റ് ഈസ് കോൾഡ് ക്രിപ്റ്റോ മൈനിങ്. ഓക്കെ, സോ ക്രിപ്റ്റോ മൈൻ ചെയ്യുന്നവര്
ഈ ട്രാൻസാക്ഷനുകളെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇതിനെ ഈ വെരിഫിക്കേഷന് വിളിക്കുന്ന പേരാണ് പ്രൂഫ് ഓഫ് വർക്ക്. അപ്പൊ നിങ്ങൾ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് പഠിച്ചു. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ 4 ഇമ്പോർട്ടന്റ് ടേമുകൾ ഇവിടെ പഠിച്ചു. എടുത്തു നോക്കിക്കോ, 4 ഇമ്പോർട്ടന്റ് ടേമുകൾ. ഒന്ന്, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ടെക്നോളജി. ഞാനവിടെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പെർട്ടിക്കുലർലി ഉപയോഗിച്ചതാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി, DLT. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്പെറൻസി ഉറപ്പാക്കുന്നത്. ഇതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല, ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ദെൻ ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ടെക്നോളജി എന്താണെന്ന് പഠിച്ചു. ദെൻ ക്രിപ്റ്റോ മൈനിങ് എന്താണെന്ന് പഠിച്ചു. ട്രാൻസാക്ഷനുകൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആളുകളിരുന്ന് കമ്പ്യൂട്ടറിലിരുന്ന് ഹ്യൂജ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. എന്നാൽ മാത്രമേ ഇത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവർക്ക് റിവാർഡ് കൊടുക്കും. എന്തില്? 2000 രൂപയിലോ അല്ലെങ്കിൽ $US കൊടുക്കുന്നത്? അല്ല, ക്രിപ്റ്റോ കറൻസി ആയിട്ട് കൊടുക്കും. ഓക്കെ. ദെൻ ഇവരുടെ പ്രൂഫ് വർക്കിനെ പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന വർക്ക് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അതിനെ വിളിക്കുന്ന പേരാണ് പ്രൂഫ് ഓഫ് വർക്ക്, POW. ഓക്കെ ആണോ? ദെൻ അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് പഠിച്ചു. ദെൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിച്ചു. ദെൻ സ്റ്റേബിൾ കോയിൻസ്. എന്താണ് സ്റ്റേബിൾ കോയിൻസ്? ഞാൻ പറഞ്ഞു ഈ ക്രിപ്റ്റോ കറൻസി ഒരു ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ടെക്നോളജി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഏതെങ്കിലും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടോ? ക്രിപ്റ്റോ കറൻസി റിസർവ് ബാങ്ക് ഓഫ് അമേരിക്ക എന്നോ ക്രിപ്റ്റോ കറൻസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. സോ ഇതിനൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഇല്ല. പേരിൽ തന്നെയുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ സിസ്റ്റം ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഒക്കെ ഉണ്ടാവും? ഇല്ല. സോ ഇത് ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ് ഈ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഈ ക്രിപ്റ്റോ കറൻസി ഏതെങ്കിലും ഒരു രൂപയായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ പെഗ് ചെയ്യും. പെഗ് ചെയ്യുന്ന പറഞ്ഞാൽ കെട്ടിയിടുക. നമ്മൾ പശുവിനെ കൊണ്ടുപോയിട്ട് മരത്തിൽ കെട്ടിയിടില്ലേ? അതേപോലെ ഈ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കറൻസിയുമായിട്ട് പെഗ് ചെയ്യും. ഓക്കെ. സോ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഫോർ എക്സാമ്പിൾ $US പെഗ് ചെയ്തു. മാത്യു ഒരു ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അതിന് ഞാൻ പറഞ്ഞു, ഞാനിതിനെ $US പെഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, $US കെട്ടിയിട്ടു. $US എപ്പോൾ കൂടുന്നോ അപ്പോഴെല്ലാം ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂവും കൂടും. $US എപ്പോൾ കുറയുന്നോ അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂവും കൂടും. അങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസീസിനെയാണ് നമ്മൾ സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്നത്. സോ സ്റ്റേബിൾ കോയിൻസ് ആർ ദ ക്രിപ്റ്റോ കറൻസീസ് designed to maintain steady prices by pegging their value. Pegging എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക. Pegging their value to external assets like fiat currencies, commodities or other cryptocurrencies. കറൻസീസിൽ മാത്രമല്ല, ഇപ്പോൾ ഗോൾഡ് പോലെ ഗോൾഡിന്റെ വിലയിൽ കെട്ടിയിടും. ഗോൾഡിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയുടെ വില കൂട്ടും. ദെൻ ഗോൾഡിന്റെ വില താഴ്ന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയുടെ വില താഴും. ഓക്കെ, അങ്ങനെ ഈവൻ ക്രിപ്റ്റോ കറൻസി മറ്റൊരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് പെഗ് ചെയ്തിടും. ഓക്കെ, അങ്ങനെയാണ് സ്റ്റേബിൾ കോയിൻസ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ചെറുതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ, ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സിലേക്ക് പോയിട്ടില്ല. ഓക്കെ, ദെൻ സ്റ്റേബിൾ കോയിൻസ് എന്താണെന്ന് മനസ്സിലായി. സോ the cryptocurrency coins are relatively stable. Okay. Then സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവുമായിട്ട് പുറത്തിറക്കിയ നമ്മളുടെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസീസ് ഉണ്ടല്ലോ. റിസർവ് ബാങ്കിന് മാത്രമല്ല, ഫെഡറൽ റിസർവിനാണെങ്കിലും ഡിഫറെന്റ് റിസർവ് ബാങ്കുകൾ ഈ ഡിജിറ്റൽ കറൻസീസ് പുറത്തുവിടാറുണ്ട്. എന്താണ് ഡിജിറ്റൽ കറൻസിയും ഈ സ്റ്റേബിൾ കോയിൻസുമായിട്ടുള്ള വ്യത്യാസം? സെൻട്രൽ ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി എന്താണ്? സെൻട്രൽ ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി ഒരു കറൻസിയാണ്. അതിനെ എന്തായിട്ട് പെഗ് ചെയ്തിരിക്കുന്നു? നമ്മളുടെ രൂപയുമായിട്ട് പെഗ് ചെയ്തിരിക്കുന്നു. ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ? അല്ല. സെൻട്രൽ ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി ആരുണ്ട്? സ്റ്റേറ്റ് അതോറിറ്റി ഉണ്ട്. സ്റ്റേബിൾ കോയിൻസോ? സ്റ്റേബിൾ കോയിൻസ് പ്രൈവറ്റ് ആളുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവര്
ഇപ്പോ US ഡോളറുമായിട്ട് പെഗ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ആക്ച്വലി പെഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് എന്താണ് ഉറപ്പ്? അതായത് ഞാൻ വന്നിട്ട് പറയാണ് എന്റെ മാത്യു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്നത് US ഡോളറുമായിട്ട് പെഗ് ചെയ്തിട്ടുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറയുകയാണ്. ഓക്കെ, ഞാനിത് US ഡോളറായിട്ട് പെഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആളുകൾക്ക് ഇതിന് അനുബന്ധമായിട്ടുള്ള US ഡോളർ കൊടുക്കാനായിട്ട് എന്റെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ക്രിപ്റ്റോ കറൻസീസ് വാങ്ങിച്ചിട്ടുള്ള എല്ലാവരും, മാത്യു എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ചിട്ടുള്ള എല്ലാവരും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ലീഗലി റെസ്പോൺസിബിൾ ആണ്. സ്റ്റേറ്റ് അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് മാറ്റിവെക്കണം, റിസർവുകൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഡിജിറ്റൽ കറൻസീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മണി സപ്ലൈ സ്റ്റേറ്റിന് തോന്നി പോലെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെയാണ്. മണി സപ്ലൈനെ കുറിച്ചിട്ടും ഫിയറ്റ് കറൻസിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്കോണമിക് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. എക്കോണമിക്സ് വിഷയം അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാത്തത്. ഓക്കെ, സോ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയും സ്റ്റേബിൾ കോയിൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനെന്താ പ്രശ്നം? സ്റ്റേബിൾ കോയിൻസിന്റെ പ്രശ്നം എന്താ? ഇവന്മാര് ഇപ്പൊ ഹോങ്കോങ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എന്താ ഇതിന്റെ പ്രശ്നം? ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം, സെൻട്രലൈസ്ഡ് അല്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. ദെൻ രണ്ടാമത്തെ പ്രശ്നം, ഇതിനെ പെഗ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന് ഹൈ റിസ്ക് ആണ്. ക്രിപ്റ്റോ കറൻസിക്ക് ഹൈ റിസ്ക് ആണ്, സമ്മതിച്ചു. പക്ഷേ ഇതിനെ പെഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ വാലിഡിറ്റിയും വെരിഫിക്കേഷനും ആര് നടത്താനായിട്ട് ആരുണ്ട്? ഞാൻ പെഗ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഗ് ചെയ്തു എന്നർത്ഥമുണ്ടോ? സോ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും വെരിഫിക്കേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് പല കൺട്രീസും എന്ത് ചെയ്യുന്നേ? ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോങ്കോങ് റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നവരെല്ലാവരും മാൻഡേറ്ററി ലൈസൻസ് എടുത്തവരായിരിക്കണം. ദെൻ ചില കൺട്രീസ്, എനിക്ക് തോന്നുന്നു ജപ്പാൻ പോലെയുള്ള കൺട്രീസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കണം ഇത് ചെയ്യേണ്ടത്? നമ്മളുടെ ജപ്പാൻ പോലെയുള്ള കൺട്രീസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാങ്കുകൾക്ക് മാത്രമേ സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്താ? ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് ബാങ്കുകൾക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ദെൻ ടോട്ടൽ ബാനുകളിലേക്ക് പറ്റില്ല. കാരണം സ്റ്റേബിൾ കോയിൻസ് ആയി കഴിഞ്ഞാലും ക്രിപ്റ്റോ കറൻസീസ് ആയി കഴിഞ്ഞാലും ഹ്യൂജ് ഷെയർ ഓഫ് മാർക്കറ്റ്സ് ഇന്ത്യയിലെ അതിനെ ലീഗലി അംഗീകരിച്ചിട്ട് പോലുമില്ല, എങ്കിലും ഹ്യൂജ് ഷെയർ ഓഫ് മാർക്കറ്റ്സ് ഈ ക്രിപ്റ്റോ കറൻസീസിനും സ്റ്റേബിൾ കോയിൻസിനും ഉണ്ട്. അപ്പോൾ അതിനെ ഇനി ബാൻ കൊണ്ടൊന്നും കാര്യമില്ല, അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കയ്യിലുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇത് ഹ്യൂജ് റിസ്ക് എലമെന്റ് ഉള്ള ഒരു കാര്യമാണ്, ഹൈ റിസ്ക് എലമെന്റ് ഉള്ള കാര്യമാണ്, ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ ഹോങ്കോങ്ങിന്റെ റെഗുലേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് നിർബന്ധമില്ല. എന്താണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. എല്ലാവരും റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ലൈസൻസിങ് റിലേറ്റഡ് ആയിട്ടും ആർക്കാണ് ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ളതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേബിൾ കോയിൻ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.